നമസ്കാരം. നമ്മുടെ 60 ഡേയ്സ് സ്റ്റഡി പ്ലാനിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കെമിസ്ട്രി ആണ്. അപ്പൊ നിങ്ങൾക്കറിയാലോ, കെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 3 മാർക്കിനാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഡേ 1 മുതൽ ഓർഡറിൽ പഠിച്ചു വരിക കേട്ടോ. നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു 60 ഡേയ്സ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ക്ലാസ്സിന്റെ ഒക്കെ PDF നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ സമയം കളയുന്നില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 ടോപ്പിക്സ് ആയിട്ടുള്ള വാതക നിയമങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ അക്വറീജിയെ പറ്റിയിട്ടും ഒക്കെയാണ്. ആ രണ്ട് കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്ന 2 ടോപ്പിക്സുകളാണ്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ SCERT-യിലെയും അതുപോലെ തന്നെ NCERT-യിലും അടങ്ങിയിട്ടുള്ള എല്ലാ ഫാക്റ്റുമാണ് നമ്മൾ ഇതിലൂടെ പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ കൂടെ തന്നെ പഠിച്ചു പോവാ കേട്ടോ. അപ്പൊ കെമിസ്ട്രി ഒരുവിധ ആളുകൾക്കൊന്നും അത്രയൊന്നും ദഹിക്കാത്തൊരു സബ്ജക്റ്റ് ആണ് അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളൊരു ശ്രമം നടത്തുക, നമ്മളെ കൊണ്ട് പഠിച്ചാൽ പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നോക്കുക അല്ലെ. നമ്മൾ പണ്ട് പഠിച്ച ആ ഒരു ലെവലിലായിരിക്കും നമ്മളിപ്പോ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ നമ്മൾ അത്ര ആഴത്തിലോട്ടേക്കൊന്നും പോകാതെ നമ്മളെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് നോക്കുക. ഓക്കെ, കൂടുതലായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും പഠിച്ചു വെച്ചേക്കണം. പലപ്പോഴും ചില പരീക്ഷകളൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കാറ്. ചിലപ്പോഴൊക്കെയാണ് ഈ പറയുന്ന പോലെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവലിലോട്ടൊക്കെ വരുന്ന എക്സാമിലാണ് കുറച്ചും കൂടി ഡീപ്പായിട്ടൊക്കെ ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പം ഒന്നും സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് ഓരോ കാര്യം പഠിച്ചെടുക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വാതക നിയമങ്ങളെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകളെ പറ്റിയിട്ടൊക്കെ അല്ലെ. നമുക്കറിയുന്നതാണ് ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു? ഖരമുണ്ട്, ദ്രാവകമുണ്ട്, വാതകം അല്ലെ, അങ്ങനെ പോകുന്നതാണ് ദ്രവ്യത്തിന്റെ അവസ്ഥകൾ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ദ്രവ്യത്തിന്റെ ഏറ്റവും ലഘുവായിട്ടുള്ള ഒരു രൂപമുണ്ട് അല്ലെ. ഏതാണത്? അതാണ് വാതക അവസ്ഥ എന്ന് പറയുന്നത്. ദ്രവ്യത്തിന്റെ ഏറ്റവും ലഘുവായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഏത്? ഈ പറയുന്ന വാതക അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 11ഓളം മൂലകങ്ങൾ ഏത് രൂപത്തിലാണ് വരുന്നത്? ഈ പറയുന്ന വാതക അവസ്ഥയിലാണ് വരുന്നത്. ഓക്കെ, പീരിയോഡിക് ടേബിളിൽ ഏകദേശം 11ഓളം മൂലകങ്ങളാണ് ഏത് അവസ്ഥയിൽ വരുന്നത്? വാതക അവസ്ഥയിൽ വരുന്നത്. ഇതൊക്കെ നമ്മുടെ NCERT-യിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് പരീക്ഷയിലൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പൊ അവിടെ 11 മൂലകങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞ സമയത്ത് അത് ഏതൊക്കെയാണെന്നും കൂടി അറിയണം അല്ലെ. നമുക്ക് എപ്പോഴും അറിയുന്ന ഒരു മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ എന്താണ്? വാതകാവസ്ഥയിൽ വരുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ ഹീലിയം വരുന്നുണ്ട്, പിന്നെ നൈട്രജൻ വരുന്നുണ്ട്, പിന്നെ ഏതാണ്? ക്ലോറിന്, ആർഗണ്, ക്രിപ്റ്റോണ്, സെനോണ്, റെഡോണ്, ഇതൊക്കെ എന്താണ്? വാതക അവസ്ഥയിൽ വരുന്ന മൂലകങ്ങളാണ്. അത് അങ്ങനെ ഒന്നും ചോദിക്കില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി ട്ടോ. ഏകദേശം 11ഓളം മൂലകങ്ങൾ വാതകാവസ്ഥയിലാണ് വരുന്നത് എന്ന കാര്യം അവിടെ ഓർത്ത് വെച്ചാൽ മതി. ഇനി വാതകങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ കുറച്ച് സവിശേഷതകൾ നമ്മുടെ NCERT-യിലും അതുപോലെ തന്നെ SCERT-യിലും ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നൊക്കെ സ്ഥിരം ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന്റെ കൂടെ കുറച്ചും കൂടി അഡീഷണൽ കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കണം. ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ ഒറ്റ പോയിന്റ് പോലും വിടാതെ കൃത്യമായിട്ട് പഠിക്കുക. അതിൽ നമ്മൾ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പഠിക്കാൻ പോകുന്നത്, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വാതകങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സാധാരണ താപനിലയിലും മർദ്ദത്തിലും വാതകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾ പ്രകടിപ്പിക്കുന്ന ചില പ്രത്യേക ഗുണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വാതകങ്ങളെ വളരെയധികം അമർത്തി ഞെരുക്കുവാനായിട്ട് കഴിയും അല്ലെ. നമുക്ക് മറ്റുള്ള ഈ പറയുന്ന അവസ്ഥകളെ പോലെയല്ല, ദ്രവ്യത്തിന്റെ മറ്റുള്ള അവസ്ഥകളെ പോലെയല്ല. വാതകങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എത്രത്തോളം അമർത്തി ഞെരുക്കാനായിട്ട് പറ്റുന്നുണ്ടോ അത്രയും നമുക്ക് പറ്റുന്നുണ്ട് അല്ലെ. ഈ പറയുന്ന ഖരം ദ്രാവകങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന വാതകങ്ങളെ നമുക്ക് എത്രത്തോളം വേണമെങ്കിലും അമർത്തി ഞെരുക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, ആ ഒരു പോയിന്റ് അവിടെ ഓർത്തു വെച്ചേക്കുക. അതുപോലെ മറ്റൊരു പോയിന്റ് ആണ്, വാതകങ്ങൾ എല്ലാ ദിശയിലേക്കും ഒരുപോലെയാണ് മർദ്ദം ചെലുത്തുന്നത് അല്ലെ. നമുക്കൊരു കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വാതകങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ ദിശയിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപോലെയാണ് മർദ്ദം ചെലുത്തുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് അവിടെ ഓർത്ത് വെച്ചേക്കാം. അടുത്ത് നോക്കാം, ഒരു പദാർത്ഥത്തിന് സാന്ദ്രത ഏറ്റവും കുറഞ്ഞ അവസ്ഥയാണ് വാതക അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഖര-ദ്രാവക അവസ്ഥകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന വാതക അവസ്ഥയ്ക്ക് എന്താണ്? സാന്ദ്രത വളരെ കുറവായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. ഈ പറയുന്ന ഖര-ദ്രാവക അവസ്ഥകളെ വെച്ച് നോക്കുകയാണെങ്കിൽ വാതക അവസ്ഥയ്ക്ക് എന്താണ്? ഏറ്റവും കുറഞ്ഞ സാന്ദ്രതയാണ് ഉള്ളത്. ഇനി അടുത്ത് നോക്കാം, വാതകത്തിന് നിശ്ചിത ആകൃതിയോ നിശ്ചിത വ്യാപ്തമോ ഇല്ല. അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതിയും വ്യാപ്തവുമായിരിക്കും അത് സ്വീകരിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഖരമാണെങ്കിലും ദ്രാവകമാണെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള ഒരു വ്യാപ്തമുണ്ട്.
എന്നാൽ വാതകത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ നമ്മളിപ്പം 1 ലിറ്ററിന്റെ ഒരു കണ്ടെയ്നറിലാണ് വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക. അത് വേറെ മാറ്റിയിട്ട് നമ്മളൊരു 5 ലിറ്ററിന്റെ കണ്ടെയ്നറിലോട്ടേക്ക് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ലിറ്റർ ആവൂല, 5 ലിറ്റർ ആയിരിക്കും അല്ലെ? കാരണം അതിന്റെ ആകൃതി ആണെങ്കിലും അതിന്റെ വ്യാപ്തമാണെങ്കിലും അത് ഏതിലാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഏത് പാത്രത്തിലാണോ വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് ഈ ദ്രാവകം അതുപോലെയല്ല. 1 ലിറ്റർ കണ്ടെയ്നറിൽ വെച്ച ദ്രാവകം നമ്മൾ ഇനി ഒരു 10 ലിറ്ററിന്റെ കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാലും അതിന്റെ വ്യാപ്തം എത്രയേ വരുന്നുള്ളൂ? ആ 1 ലിറ്റർ തന്നെ വരുന്നുള്ളൂ അല്ലെ? അത് കൂടുന്നൊന്നുമില്ല. പക്ഷെ വാതകത്തിന്റെ കേസിൽ എന്താണ്? അത് വ്യത്യാസമുണ്ട് അല്ലെ? അത് ആ പാത്രത്തിനെ ആശ്രയിച്ചിരിക്കും. ഏത് പാത്രത്തിലാണ് വെക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ആകൃതിയും അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള വ്യാപ്തവുമായിരിക്കും അതിന് കിട്ടുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി അടുത്തത്, വാതകങ്ങൾ ഏത് അനുപാതത്തിൽ കലർത്തിയാലും പുറമേ നിന്നുള്ള സഹായമില്ലാതെ തന്നെ അവ പൂർണ്ണമായും കൂടിക്കലർന്ന് ഏകാത്മക മിശ്രിതമായിട്ട് മാറുന്നു അല്ലെ? ഇവയ്ക്ക് ഉള്ളൊരു മറ്റൊരു പ്രത്യേകതയാണ്. ഇവ എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് തന്നെ മറ്റുള്ള തന്മാത്രകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഒറ്റ മിശ്രിതമായിട്ടാണ് ഇവ നിലകൊള്ളുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് വാതകങ്ങൾ ഏത് അനുപാതത്തിൽ കലർത്തി കഴിഞ്ഞാലും പുറമേ നിന്നുള്ള സഹായം ഒന്നുമില്ലാതെ തന്നെ ഇവ എന്ത് ചെയ്യുന്നുണ്ട്? പൂർണ്ണമായിട്ടും കൂടിക്കലർന്നുകൊണ്ട് ഒരു ഒറ്റ മിശ്രിതമായിട്ടാണ് മാറുന്നത്. അതാണ് ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാതകങ്ങളിൽ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എങ്ങനെയായിരിക്കും? വളരെ കുറവായിരിക്കും അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പറയുന്ന വാതകങ്ങളിലെ തന്മാത്രകൾ അല്ലെങ്കിൽ അതിലെ കണികകൾ എന്ന് പറയുമ്പം എല്ലാതും വളരെ വിട്ടുവിട്ടായിരിക്കും അല്ലെ? ഖരപദാർത്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഖരപദാർത്ഥങ്ങളിൽ എങ്ങനെയാണ് കണികകൾ? വളരെ അടുത്തടുത്തായിരിക്കും കുത്തി നിറഞ്ഞിരിക്കുന്നത്. എന്നാൽ വാതക അവസ്ഥയിലോട്ടേക്ക് വരുമ്പോൾ അതിലുള്ള കണികകൾ എങ്ങനെയാണ്? വളരെ വിട്ടുവിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ വിട്ടുവിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇവർ തമ്മിലുള്ള ആകർഷണ ബലം കുറവായിരിക്കും. വളരെ അടുത്ത് നിൽക്കുമ്പോഴല്ലേ ആകർഷണം കൂടുക. അപ്പൊ വിട്ടുവിട്ട് നിൽക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ആകർഷണ ബലം എന്തായിരിക്കും? കുറവായിരിക്കും. അതാണ് പറയുന്നത് വാതകങ്ങളിൽ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണെന്ന്. അടുത്ത് നോക്കൂ, ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ അനേകം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഓക്കെ, ഓരോ വാതകത്തിലും ആണെങ്കിലും അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള ഒരുപാട് തന്മാത്രകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു വാതകത്തിന്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം വളരെ നിസ്സാരവുമായിരിക്കും. ഇനി അടുത്ത് നോക്കാം, വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശകളിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ക്രമരഹിതമായ ചലനങ്ങളുടെ ഫലമായി തന്മാത്രകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നു. വാതകങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ ഭിത്തികളിലും ചെന്നടിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് അനുഭവപ്പെടുന്നതാണ് വാതകമർദ്ദം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് വാതകമർദ്ദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വാതകങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ചലനശേഷി കൂടുതലായിരിക്കും അല്ലെ? അപ്പൊ ഇവരിങ്ങനെ നിരന്തരം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവരിങ്ങനെ പരസ്പരം കൂട്ടിയിടിക്കാനായിട്ട് തുടങ്ങും അല്ലെ? ഓരോരോ കണികകൾ തമ്മിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടിയിടിക്കും. ഇങ്ങനെ കൂട്ടിയിടിക്കുന്നതിന്റെ ഫലമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ ഈ പറയുന്ന ഏത് പാത്രത്തിലാണോ ഈ ഒരു വാതകം ഇരിക്കുന്നത് ആ പാത്രത്തിന്റെ ഭിത്തികളിലും പോയി ചെന്നിടിക്കും. ഓക്കെ, അതായത് ഈ വാതക തന്മാത്രകൾ അതിന്റെ ഉള്ളിലെ കണികകൾ തമ്മിൽ കൂട്ടിയിടിക്കും അല്ലെ? ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിച്ചുകൊണ്ടിരിക്കല്ലേ? അപ്പൊ ഇവർ തമ്മിൽ തന്നെ കണികകൾ തമ്മിൽ തന്നെ കൂട്ടിയിടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഏത് പാത്രത്തിലാണ് അവരിയ്ക്കുന്നത് ആ പാത്രത്തിന്റെ ഭിത്തിയിലും പോയിട്ട് ചെന്നിടിക്കും. അപ്പൊ അതിന്റെ ഫലമായിട്ട് അവിടെ അനുഭവപ്പെടുന്ന ഒരു മർദ്ദം ഉണ്ടാവുമല്ലോ, ആ മർദ്ദത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വാതക മർദ്ദം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് വാതകമർദ്ദം എന്നൊന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തത്, വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തികത സ്വഭാവമുള്ളതിനാൽ ഊർജ്ജ നഷ്ടം ഇവിടെ സംഭവിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ കൂട്ടിമുടി നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ എന്തില്ല? ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നില്ല എന്ന കാര്യം കൂടി അവിടെ ഓർത്തു വെച്ചേക്കാം. വാതക തന്മാത്രകളും അവ ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ഭിത്തിയും തമ്മിൽ ആകർഷണമില്ല. ഓക്കെ, ഓർത്തു വെച്ചേക്കണം കേട്ടോ. അതായത് വാതക തന്മാത്രകളും അവ ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ഭിത്തിയും തമ്മിലുള്ള ആകർഷണം എന്താണ്? അതൊന്നും ഇവിടെ ഇല്ല. അതായത് ഏത് പാത്രത്തിലാണോ നിൽക്കുന്നത് അതിന്റെ ഭിത്തിയും ഈ പറയുന്ന കണികകളും തമ്മിലുള്ള ആകർഷണം ഒന്നും ഇവിടെ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വെച്ചേക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് വരാനായിട്ട് പോകുന്നത്. ഇനി അടുത്തത്, വാതകത്തിന്റെ വ്യാപ്തത്തെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതായത് എന്താണ് വാതകത്തിന്റെ വ്യാപ്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവാണ് എന്തെന്നറിയപ്പെടുന്നത്? വ്യാപ്തം എന്നറിയപ്പെടുന്നത് അല്ലെ? ശരിക്കും വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഏതൊരു പദാർത്ഥം എടുത്തു കഴിഞ്ഞാലും അതിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു പ്ലേസ്, അതിനെയാണ് അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത് നമ്മൾ? ഒരു പദാർത്ഥത്തിന് അതിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു സ്ഥലത്തിന്റെ അളവിനെയാണ് നമ്മൾ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഇനി 1 ലിറ്റർ ദ്രാവകം ഏത് വലുപ്പത്തിലുള്ള പാത്രത്തിലേക്ക് മാറ്റിയാലും അതിന്റെ വ്യാപ്തത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല അല്ലെ? നമ്മൾ പറഞ്ഞു ഇപ്പം 1 ലിറ്റർ ആണ് ഒരു ദ്രാവകത്തിന്റെ അളവ് എന്ന് വിചാരിക്കാം. ആ പാത്രത്തിന്റെ
അത് നമ്മളൊരു 5 ലിറ്ററിലോട്ടേക്ക് മാറ്റി കഴിഞ്ഞാലും അതിന്റെ അളവ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? ആ 1 ലിറ്റർ തന്നെയാണ്. ഓക്കെ. എന്നാൽ ശ്രദ്ധിക്കണം, 1 ലിറ്റർ വ്യാപ്തമുള്ള 1 ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിൽ വെച്ചിരിക്കുന്ന ഒരു വാതകം 5 ലിറ്റർ വ്യാപ്തമുള്ള ഒരു സിലിണ്ടറിലേക്ക് പൂർണ്ണമായും മാറ്റിയാൽ വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എത്രയാകും? 5 ലിറ്റർ ആകും. ഓക്കെ. അതായത് ആദ്യം അത് 1 ലിറ്ററിന്റെ അതിലായിരുന്നു ഈ പറയുന്ന വാതകം എന്ന് വിചാരിക്കുക. 1 ലിറ്ററിന്റെ അല്ലെങ്കിൽ ആ 1 ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിലായിരുന്നു ഒരു വാതകം എന്ന് വിചാരിക്കുക. അത് എങ്ങോട്ടേക്ക് കൊണ്ടുപോയി മാറ്റി? 5 ലിറ്ററിന്റെ ഈ പറയുന്ന സിലിണ്ടറിലോട്ടേക്ക് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ വ്യാപ്തം പിന്നെ എത്രയായി മാറും? 5 ആയിട്ട് മാറും. പക്ഷെ ദ്രാവകത്തിന്റെ കേസിൽ അങ്ങനെയല്ല, അല്ലെ? എത്രയാണോ ഉള്ളത് അത്ര തന്നെയായിരിക്കും അവിടെയും ഉണ്ടാവുക. ഓക്കെ. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്? അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വ്യാപ്തമായിരിക്കും. അതാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈ പറയുന്ന വാതക തന്മാത്രകളുടെ പ്രത്യേകതകളെ പറ്റിയിട്ടാണ് നോക്കുന്നത്. അപ്പൊ അത് നോക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ ഒന്ന് മനസ്സിലുണ്ടായാൽ മതി. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധമൊക്കെ ഒരു ഐഡിയ കിട്ടും, അല്ലെ? ഒരു ഖരപദാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും കണികകൾ വരുന്നത്? ഒരു ദ്രാവക പദാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും കണികകൾ വരുന്നത്? ഒരു വാതക പദാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും കണികകൾ വരുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ നോക്കൂ, ഒരു ഖരപദാർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള കണികകളൊക്കെ എങ്ങനെയാണ്? വളരെ അടുത്തടുത്തായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെ? നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇവർ തമ്മിലുള്ള ആകർഷണ ബലം എങ്ങനെയായിരിക്കും? വളരെ അടുത്ത് തന്നെയായിരിക്കും വരുന്നത്. ഇവർക്ക് ചലന സ്വാതന്ത്ര്യം കുറവായിരിക്കും. എന്നാൽ ദ്രാവകത്തിലോട്ടേക്ക് വരുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് വിട്ടുവിട്ടാണ് ഇവർ നിൽക്കുന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആകർഷണ ബലം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് അടുത്തുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. എന്നാൽ വാതക അവസ്ഥയിലോട്ടേക്ക് വരുന്ന സമയത്ത്, അല്ലെ, എല്ലാവരും വിട്ടുവിട്ടാ നിൽക്കുന്നത്. അതുപോലെ തന്നെ വളരെ ചലന സ്വാതന്ത്ര്യം ഇവർക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആകർഷണ ബലം വളരെ കുറവായിരിക്കും, അല്ലെ? എല്ലാവരും ഓരോരോ സൈഡിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു ആകർഷണം ഇവിടെ കുറവായിരിക്കും. അപ്പൊ ഈ കാര്യം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബോക്സ് കൃത്യമായിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. നോക്കാം, വാതക തന്മാത്രകളുടെ ഊർജം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ? കൂടുതലായിരിക്കോ കുറവായിരിക്കോ? നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മൾ പറഞ്ഞു, വാതക തന്മാത്രകൾ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരും ഇവിടുത്തെ കണികകളൊക്കെ വിട്ടുവിട്ടാ നിൽക്കുന്നത്, അല്ലെ? അവർക്ക് ചലന സ്വാതന്ത്ര്യം കൂടുതലായിരിക്കും. ചലന സ്വാതന്ത്ര്യം കൂടുതലായത് കൊണ്ട് തന്നെ ഇവരുടെ ഊർജം എന്ന് പറയുന്നതും എങ്ങനെയായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഓർത്തു വെച്ചേക്ക, വാതക തന്മാത്രകളുടെ ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? വളരെ കൂടുതലായിരിക്കും. അതുപോലെ വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം എങ്ങനെയായിരിക്കും? അകലവും വളരെ കൂടുതലാണ്, അല്ലെ? അവര് വിട്ടുവിട്ടാണ് നിൽക്കുന്നത്, അവരടുത്തല്ല നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അകലവും കൂടുതലായിരിക്കും. ഇനി തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം എങ്ങനെ തന്നെയാണ്? കൂടുതലായിരിക്കും, അല്ലെ? എല്ലാവരും വിട്ടാ നിൽക്കുന്നത്, അവർക്ക് നല്ല ചലിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചലന സ്വാതന്ത്ര്യം ഇവിടെ കൂടുതലായിരിക്കും. ഇനി ഇവർ തമ്മിലുള്ള ആകർഷണ ബലം എന്തായിരിക്കും? കുറവായിരിക്കും, അല്ലെ? എല്ലാവരും വിട്ടല്ലേ നിൽക്കുന്നത്, അപ്പൊ ആകർഷണ ബലം അവിടെ കുറവായിരിക്കും. ഇതൊരു പരീക്ഷയിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചൊരു ഭാഗമാണ് കേട്ടോ. പഠിച്ചു വെച്ചേക്കാം, മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കാം. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വാതകത്തിന്റെ മർദ്ദത്തെ പറ്റിയിട്ടാണ്. അപ്പൊ വാതകത്തിന്റെ വ്യാപ്തത്തെ പറ്റി നമ്മളിപ്പോ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ്? വാതകത്തിന്റെ മർദ്ദത്തെ പറ്റിയിട്ടാണ്. അപ്പൊ ശരിക്കും എന്താണ് മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മർദ്ദം എന്ന് വിളിക്കുന്നത്. എന്താണ് മർദ്ദം എന്ന് ചോദിച്ചാൽ ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം, അതിനെയാണ് മർദ്ദം എന്ന് പറയുന്നത്. ഓക്കെ. ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിരിക്കുന്ന വാതക തന്മാത്രകളുടെ പാത്രത്തിനുള്ളിലെ ഏതെങ്കിലും പ്രതലം പരിഗണിച്ചാൽ തന്മാത്രകൾ നിരന്തരം ചലിക്കുമ്പോൾ ഈ പ്രതലത്തിൽ വന്നിടിക്കുന്നത് മൂലം ഒരു ബലം അനുഭവപ്പെടും, അല്ലെ? അതാണ് ആ വാതകത്തിന്റെ മർദ്ദം എന്ന് പറയുന്നത്. അപ്പൊ ഇവര് പരസ്പരം കൂട്ടിയിടിക്കുന്നതിന്റെ ഫലമായിട്ടും അല്ലാതെയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പാത്രത്തിന്റെ ഭിത്തികളിലും പോയിട്ട് ഇടിക്കുന്നുണ്ട്. അപ്പൊ അവിടെ കൊടുക്കുന്ന ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വാതകത്തിന്റെ മർദ്ദം എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി വ്യാപ്തവും മർദ്ദവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. അതുമായിട്ട് കണക്ട് ചെയ്തും കൊണ്ടൊരു എക്സാമ്പിളിലൂടെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് ഒരു സിറിഞ്ചിന്റെ പിസ്റ്റൺ പിന്നിലേക്ക് വലിച്ച് വെക്കുക. സിറിഞ്ചിന്റെ നോസിൽ അടച്ചു പിടിച്ചുകൊണ്ട് പിസ്റ്റണിനെ ക്രമമായി മർദ്ദം പ്രയോഗിച്ചു നോക്കുമ്പോൾ സിറിഞ്ചിനുള്ളിലെ വായുവിന്റെ വ്യാപ്തത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു സിറിഞ്ച് നിങ്ങളൊന്ന് മനസ്സിൽ കാണുക. ഈ സിറിഞ്ചിന്റെ പിസ്റ്റൾ എന്ത് ചെയ്യുക? പിന്നിലേക്ക് വലിക്കുക, അല്ലെ? നമ്മൾ സിറിഞ്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ പിസ്റ്റൾ പിന്നിലോട്ടേക്ക് വലിക്കുക. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? ആ സിറിഞ്ചിന്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, അത് അടച്ചു പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഈ പറയുന്ന പിസ്റ്റണിൽ ക്രമമായിട്ട് നമ്മൾ ഒരു പ്രഷർ കൊടുക്കുക. അത് എന്ത് ചെയ്യുക? അവിടുന്ന് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രഷർ ചെയ്ത് കൊടുക്കുക. പ്രഷർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ സിറിഞ്ചിനുള്ളിലെ വ്യാപ്തത്തിന് എന്താ സംഭവിക്കുക? അവിടെ വ്യാപ്തം കുറയാണ് ചെയ്യുക, അല്ലെ? നമ്മൾ അവിടുന്ന് പ്രഷർ ഇങ്ങനെ കൊടുക്കും തോറും എന്ത് ചെയ്യും? അതിന്റെ വ്യാപ്തം കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. സിറിഞ്ചിനുള്ളിലെ വായുവിന്റെ വ്യാപ്തം എങ്ങനെയായിരിക്കും? കുറയായിരിക്കും ചെയ്യുക.
ഇനി മർദ്ദം കുറച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങനെ അമർത്തി പിടിച്ചു എന്ന് പറഞ്ഞല്ലോ, ഇതിന്റെ ഈ പറയുന്ന രീതിയിൽ അതിന്റെ നോസ് അടച്ചു പിടിച്ചിട്ട് ആ സിറിഞ്ചിന്റെ പിസ്റ്റൺ എന്ത് ചെയ്യുക, ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് അമർത്തി പ്രസ് ചെയ്യുക. അതായത് പ്രഷർ കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് പ്രഷർ കുറയ്ക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, അതിന്റെ വ്യാപ്തം കൂടുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്, വ്യാപ്തവും മർദ്ദവും ഇവിടെ തമ്മിൽ എന്താണ്, വിപരീത അനുപാതത്തിലാണ് വരുന്നത്. അതായത് മർദ്ദം കൂടിക്കഴിഞ്ഞാൽ വ്യാപ്തം കുറയുകയും മർദ്ദം കുറഞ്ഞു കഴിഞ്ഞാൽ വ്യാപ്തം കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇൻവേഴ്സ്ലി ആണ് നിൽക്കുന്നത് അല്ലെ, അതായത് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് മർദ്ദം കൂടിക്കഴിഞ്ഞാൽ വ്യാപ്തം കുറയും, എന്നാൽ മർദ്ദം കുറച്ചു കഴിഞ്ഞാൽ അവിടെ വ്യാപ്തം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി ഇതിനൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്ന കുറച്ച് നിയമങ്ങളുണ്ട്. പരീക്ഷയിൽ സ്ഥിരം ചോദ്യമായിട്ട് വരുന്ന ഭാഗമാണ് ഈ ഒരു വാതക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് നിയമങ്ങൾ. അപ്പൊ ഇതൊക്കെ ഇതിലോട്ടേക്കൊക്കെ വരുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലാണ് നിയമങ്ങളെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അവിടെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ബോയിൽ നിയമമാണ്. ഓക്കെ, ബോയിൽ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ, അപ്പൊ ഇതിനു മുന്നേ ബോയിൽ നിയമം ആരാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിയുടെ പേരാണ് റോബർട്ട് ബോയിൽ. അത് ആ ഒരു പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. 1662 ഈ ഒരു നിയമം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഈ ബോയിൽ നിയമം ആരാണ് ആവിഷ്കരിച്ചത് എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള റോബർട്ട് ബോയിൽ ആണെന്ന് ഓർത്തു വെക്കാം. ഇനി എന്താണ് ബോയിൽ നിയമം എന്ന് ചോദിച്ചാൽ, താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. ഓക്കെ, നമ്മളിപ്പം മർദ്ദവും വ്യാപ്തത്തെയും പറ്റി പറഞ്ഞു അല്ലെ. അവിടെ നമ്മൾ പറഞ്ഞു മർദ്ദം കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്, വ്യാപ്തം കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മർദ്ദം കുറച്ചു കഴിഞ്ഞാൽ അവിടെ വ്യാപ്തം കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ അനുപാതത്തിലാണ് ഇത് വരുന്നത്. അതാണ് ബോയിൽ നിയമം പറയുന്നത്. അതായത് ഇവിടെ താപനില സ്ഥിരമായിരിക്കണം. ഇവിടുത്തെ താപനില സ്ഥിരമായി കഴിഞ്ഞാൽ അവിടെയുള്ള നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് മർദ്ദവും അല്ലെങ്കിൽ വ്യാപ്തവും മർദ്ദവും എങ്ങനെയായിരിക്കും, വിപരീത അനുപാതത്തിലായിരിക്കും. ഓക്കെ, അതായത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ ആദ്യം പറയാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി കിട്ടും. ഇപ്പം എപ്പോഴും പരീക്ഷ ചോദിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് അക്വേറിയത്തിന്റെ അല്ലെങ്കിൽ അക്വേറിയത്തിൽ നിന്ന് വരുന്ന വായു കുമിളകൾ. അക്വേറിയം എന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ കുളത്തിന്റെ അടിയിൽ നിന്ന് വരുന്ന വായു കുമിളകളുടെ വലിപ്പം കൂടി വരുന്നതിന്റെ കാരണം അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള നിയമം ഏത് എന്നൊക്കെ ചോദിക്കും. അപ്പം ഇതിന്റെ നിയമം ചോദിച്ചാൽ അത് എന്താണ്, ബോയിൽ നിയമമാണ്. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ അക്വേറിയം അല്ലെ, അക്വേറിയത്തിന്റെ ഉള്ളിൽ നിന്ന് മുകളിലോട്ടേക്ക് വരുമ്പോൾ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇതാണ് ഒരു അക്വേറിയം എന്ന് വിചാരിക്കുക. ഈ അക്വേറിയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഇങ്ങനെ കുമിളകൾ വരുന്ന സമയത്ത് മുകളിലോട്ടേക്ക് വരുമ്പോൾ ഈ കുമിളകളുടെ വലിപ്പം എങ്ങനെയായിരിക്കും, കൂടിയാണ് വരിക. അതായത് അടിത്തട്ടിൽ ഏറ്റവും അടിഭാഗത്ത് നോക്കുമ്പോൾ ആ വായു കുമിളകൾ ചെറുതായിരിക്കും, പക്ഷെ മുകളിലോട്ടേക്ക് പോകുമ്പോൾ ഈ വായു കുമിളകളുടെ വലിപ്പം കൂടി വരും. അപ്പൊ ഇതിന് കാരണം ചോദിച്ചാൽ എന്താണ്, ഈ പറയുന്ന ബോയിൽ നിയമമാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോയിൽ നിയമപ്രകാരം ഇവിടെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സ്ഥിരമായിരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള മർദ്ദം കുറഞ്ഞു കഴിഞ്ഞാൽ അതിലെ വ്യാപ്തം കൂടി വരും എന്നൊരു കാര്യം നമുക്കറിയാം അല്ലെ. മർദ്ദം കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, വ്യാപ്തം കൂടും. നമുക്കറിയാം ഈ പറയുന്ന അക്വേറിയത്തിന്റെ അടിത്തട്ട് എന്നൊക്കെ പറഞ്ഞാൽ അടിത്തട്ടിന്റെ ഭാഗത്തൊക്കെ എങ്ങനെയായിരിക്കും, മർദ്ദം കൂടുതലായിരിക്കും അല്ലെ. ഈ ഒരു അടിത്തട്ടൊക്കെ എങ്ങനെയാണ്, മർദ്ദം കൂടുതലായിരിക്കും. അപ്പൊ ഈ മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് മുകളിലോട്ടേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും, മർദ്ദം കുറയല്ലേ ചെയ്യാം അല്ലെ. അക്വേറിയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുകളിലോട്ടേക്ക് പോകുമ്പോൾ മർദ്ദം എന്താ ചെയ്യുന്നത്, കുറയാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ മർദ്ദം കുറയുന്നതിനനുസരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപ്തം കൂടും അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, വിപരീത അനുപാതത്തിലാണ് ഇവർ പോവുക. മർദ്ദം കൂടിയാൽ വ്യാപ്തം കുറയും, മർദ്ദം കുറഞ്ഞാൽ വ്യാപ്തം കൂടും. അപ്പൊ ഈ പറയുന്ന പോലെ മർദ്ദം ഇങ്ങനെ മുകളിലോട്ടേക്ക് വരുമ്പോൾ മർദ്ദം ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ മർദ്ദം കുറയുമ്പോൾ എന്ത് ചെയ്യും, ഈ പറയുന്ന വ്യാപ്തം കൂടും. അപ്പൊ ഈ പറയുന്ന വ്യാപ്തം കൂടുന്നതിന്റെ ഫലമായിട്ടാണ് വായു കുമിളകൾ ഇങ്ങനെ വലുതായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ. അതുകൊണ്ടാണ് ഈ പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കുമ്പോൾ അതെന്താണ്, ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ടാണെന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ഉണ്ട്, ജലത്തിനടിയിലേക്ക് താഴ്ത്തുന്ന ബലൂണ്, അതിന് എന്ത് മാറ്റാണ് സംഭവിക്കുക എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ചോദിക്കാം ജലത്തിനടിയിലേക്ക് താഴ്ത്തുന്ന ബലൂണ് ചെറുതായി വരുന്നതിന്റെ കാരണം എന്ത്, അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള നിയമം ഏത് എന്നൊക്കെ ചോദിക്കും അല്ലെ. ഏതാണ്, ബോയിൽ നിയമമാണ്. അതായത് ഒരു വായു നിറച്ച ബലൂണ്, ഒരു വായു നിറച്ച ബലൂണ് ജലത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. നമ്മളിപ്പോ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്കറിയാം ജലത്തിന്റെ അടിയിലോട്ടേക്ക് പോകും തോറും മർദ്ദം കൂടുതലായിരിക്കും അല്ലെ. നമ്മൾ മുകളിൽ നിൽക്കുന്ന പോലെയല്ല, ജലത്തിന്റെ അടിയിലോട്ടേക്ക് പോകുമ്പോൾ അവിടെ മർദ്ദം കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെ അടിയിലോട്ടേക്ക് പോകുന്ന സമയത്ത് മർദ്ദം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ ഈ പറയുന്ന സമയത്ത് മർദ്ദം കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്, വ്യാപ്തം കുറയും എന്നുള്ളൊരു കാര്യം നമുക്കറിയാം
അല്ലെ? അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബലൂൺ, വായു നിറച്ച ബലൂണിന് എന്താ സംഭവിക്കുക? അത് അതിന്റെ വ്യാപ്തം കുറയുമ്പോൾ അത് ചുങ്ങി ചുങ്ങി വരും, അല്ലെ? ചെറുതായി വരും. അതാണ് ഇവിടെ നിയമമായിട്ട് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കുക. ആഴം കൂടുന്തോറും ജലമർദ്ദം വർദ്ധിക്കുന്നു. ഉയർന്ന മർദ്ദത്തിൽ ബലൂണിലെ വാതകത്തിന്റെ വ്യാപ്തം ചുരുങ്ങുന്നു. അപ്പൊ ഈ പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിയമമാണ്? ബോയിൽ നിയമം. ബോയിൽ നിയമം പറഞ്ഞാൽ എന്താണ്? മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു, മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടുന്നു. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അനുപാതത്തിൽ നിൽക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന ബോയിൽ നിയമം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് സമവാക്യങ്ങൾ ഓർത്തു വെച്ചേക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്തു വെച്ചേക്കാം. ഇവിടെ ആദ്യം നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് അല്ലെ, വോളിയം. വോളിയം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? വിപരീത അനുപാതത്തിലായിരിക്കും. ഏതുമായിട്ട്? പ്രഷർ, അല്ലെ? പ്രഷർ എന്ന് പറഞ്ഞാൽ മർദ്ദമാണ്. അപ്പൊ ഈ പറയുന്ന വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി ആണ്, അല്ലെ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു 1/p ആണ്. അതായത് ഇവിടെ വ്യാപ്തവും മർദ്ദവും എങ്ങനെയാണ്? വിപരീത അനുപാതത്തിലാണ്. ഈ വിപരീത അനുപാതം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ പറയുന്ന വിപരീത അനുപാതം മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? v equal to 1/p into k കൊടുക്കാം. ഇവിടെ k എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥിര സംഖ്യ ആയിട്ട് എടുക്കാം. അങ്ങനെ k കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? vp അല്ലെങ്കിൽ pv എന്ന് കൊടുക്കാം. pv സമം k ആയിരിക്കും. അതായത് ഇവിടെ v സമം 1/p into k അല്ലേ? അപ്പൊ ഈ p നെ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തായി മാറും? pv ആവും, അല്ലെ? pv സമം k ആയിട്ട് മാറും. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അതായത് pv സമം k എന്ന് പറയുന്നത് ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ അത് ബോയിൽ നിയമമായിരിക്കും എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ഇവിടെ നമ്മൾ പഠിച്ചു വെച്ചേക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുമായി കണക്ട് ചെയ്ത് വരുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതിനെ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് വരിക. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അത് എന്ന് പറയുമ്പോൾ P1 V1 equal to P2 V2 ആണ്. P എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ ആണ്, അല്ലെ? മർദ്ദമാണ്. V എന്ന് പറഞ്ഞാൽ വോളിയം ആണ്, വ്യാപ്തമാണ്. അപ്പൊ P1 V1 equal to P2 V2 എന്നത് ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് വരിക? ഈ പറയുന്ന പ്രോബ്ലംസ് വരിക. ഇവിടെ നോക്കാം, ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം 1 atm മർദ്ദത്തില് 44 L ആണ് ട്ടോ, ലിറ്റർ ആണ്. മർദ്ദം 4 atm ആയി വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്രയായിരിക്കും? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ പറയുന്ന ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് അറിയുകയാണെങ്കിൽ അതേ സാധനം അതിന്റെ ഓരോന്നിനും ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഉത്തരത്തിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ നമുക്കറിയാലേ P1 V1 equal to P2 V2 ആണ്, അല്ലെ? ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം 1 atm മർദ്ദത്തിൽ നിന്ന് 1 atm മർദ്ദത്തിൽ 44 L ആണ്, അല്ലെ? ലിറ്റർ ആണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ വ്യാപ്തം നമുക്ക് കിട്ടി. ആദ്യത്തെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? V1 ആണ്. V1 എന്ന് പറയുന്നത് 44 ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മർദ്ദം എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അത് ഇവിടെ കൊടുക്കാം. ഓക്കെ, അതായത് P1 എന്ന് പറഞ്ഞാൽ 1 ആണ്, V1 എന്ന് പറഞ്ഞാൽ 44 ആണ്. അതുപോലെ മർദ്ദം 4 atm ആയി വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പം P2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ആണ്. നമുക്ക് കാണേണ്ടത് എന്താണ്? V2 ആണ്, അല്ലെ? V2 എത്രയാണെന്ന് അറിയില്ല. അപ്പൊ ഈ തന്ന ഫിഗർ ഉണ്ടല്ലോ, ഈ തന്ന ഫിഗർ ഇതേപോലെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? V2 കിട്ടും. ഓക്കെ, V2 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? P1 എന്ന് പറയുമ്പോൾ 1 ആണ്. 1 into 44 സമം P2 എത്രയാ? P2 എന്ന് പറയുന്നത് 4 ആണ്, അല്ലെ? 4 into V2 ആണ്. അപ്പൊ നമുക്ക് അറിയേണ്ട സാധനം എന്താണ്? V2 ആണ്, അല്ലെ? അപ്പൊ ഈ V2 നെ ഇതേപോലെ ഇവിടെ കൊടുക്കാം. എന്നിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ 1 into 44/4 വരും. ഈ 4 സമത്തിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് ഹരണമായിട്ട് മാറും. എന്നിട്ട് ഇതിനെ നമ്മൾ വെട്ടി ചെറുതാക്കുന്നു. 1 44 4 ഒരു പ്രാവശ്യം, അപ്പം 11 into 1 11 വരും, അല്ലെ? അപ്പൊ V2 സമയം എന്തായിരിക്കും? 11 ആയിരിക്കും. ഓക്കെ, 11 ലിറ്റർ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. P1 V1 equal to P2 V2 ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ അവിടെ P1 ന്റെയും V1 ന്റെയും ഒക്കെ വാല്യൂ കൊടുക്കുക. അതിൽ ഏതാണ് കാണേണ്ടത് അതിന്റെ അവിടെ അത് കൊടുത്തുകൊണ്ട് ആൻസറിലോട്ടേക്ക് എത്തുക. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇതുമായി കണക്ട് ചെയ്ത് വരുന്ന ഗ്രാഫ്, അത് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ബോയിൽ നിയമം താഴെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കും. അപ്പൊ ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ട് വരുന്ന 4 ഗ്രാഫുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഗ്രാഫ് ഈ രണ്ടെണ്ണമാണ്. രണ്ടും സെയിം തന്നെയാണ്. അതായത് ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ x ആക്സിസിലും y ആക്സിസിലും ഒന്നിൽ നമ്മൾ വോളിയം കൊടുത്തു, ഒന്നിൽ നമ്മൾ പ്രഷർ കൊടുത്തു. നമുക്കറിയാം പ്രഷർ എന്ന് പറയുമ്പോൾ മർദ്ദമാണ്, അല്ലെ? മർദ്ദം കൂടിക്കഴിഞ്ഞാൽ എന്താണ്? വ്യാപ്തം കുറയാണ് ചെയ്യുന്നത്.
ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ എക്സും വൈയും ആക്സിസ് ഒന്ന് മാറ്റി എന്ന് മാത്രം. സെയിം സാധനം തന്നെയാണ് ഇവിടെ ഈ ഒരു രീതിയിൽ, അതായത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഗ്രാഫ് വരുന്നത്. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വ്യാപ്തം കുറയും. ആ ഒരൊറ്റ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഗ്രാഫ് ആയിരിക്കും കിട്ടുക എന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇനി വേറെ രണ്ട് ഗ്രാഫും കൂടി ഉണ്ട്, ഇതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഈ ഒരു രീതിയിലുള്ള ഗ്രാഫും ഈ ഒരു രീതിയിലുള്ള ഗ്രാഫും. ഇതൊക്കെ ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ ഒരു ഗ്രാഫാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചാൾസ് നിയമത്തെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ബോയിൽ നിയമം പഠിച്ചു. അവിടെ ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? മർദ്ദം കൂടുമ്പോൾ എന്താണ്? വ്യാപ്തം കുറയാണ് ചെയ്യുന്നത് അല്ലെ? മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടുന്നു. ഇനി ചാൾസ് നിയമം എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാലും, ഇവിടെ ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ്. അവിടെ നമ്മൾ മർദ്ദവും വ്യാപ്തവുമാണ് പഠിച്ചത്. ഇവിടെ താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. അതായത് താപനില കൂടിക്കഴിഞ്ഞാല്, ഓക്കെ, താപനില കൂടിക്കഴിഞ്ഞാൽ ഇവിടെ മർദ്ദം സെയിം ആയിരിക്കണം, സ്ഥിരമായിരിക്കണം. ആ ഒരു സ്ഥിരമായിരിക്കുന്ന അവസ്ഥയിൽ താപനില കൂടിക്കഴിഞ്ഞാൽ അവിടെ വ്യാപ്തത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, വ്യാപ്തം കൂടുകയാണ് ചെയ്യുക. താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നു. ഇവിടെ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ് വരുന്നത്. അവിടെ എങ്ങനെയായിരുന്നു? ഇൻവേഴ്സ് ആയിരുന്നു അല്ലെ? വിപരീത അനുപാതത്തിലാണ് വരുന്നത്. ഇവിടെ നേർ അനുപാതമാണ്. അതായത് താപനില കൂടുമ്പോൾ എന്ത് കൂടുന്നുണ്ട്? വ്യാപ്തം കൂടുന്നുണ്ട്. ഓക്കെ, അതാണ് ചാൾസ് നിയമം എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിളിലൂടെ പഠിക്കാം. ഇപ്പം ഒരു എക്സാമ്പിൾ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്, വേനൽക്കാലത്ത് വാഹനങ്ങളുടെ ടയറിൽ കുറഞ്ഞ മർദ്ദത്തില് വായു നിറയ്ക്കുന്നു. ഓക്കെ, അപ്പൊ വേനൽക്കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ താപനില കൂടുതലായിരിക്കും. അപ്പൊ താപനില കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വ്യാപ്തം കൂടുന്നു. അപ്പൊ ഈ പറയുന്ന പോലെ ടയറിന്റെ ഉള്ളിലുള്ള വ്യാപ്തം കൂടിക്കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ടയറിൽ കുറഞ്ഞ മർദ്ദത്തിലാണ് വായു നിറയ്ക്കുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ വേനൽക്കാലത്ത് വാഹനങ്ങളുടെ ടയറിൽ കുറഞ്ഞ മർദ്ദത്തിൽ വായു നിറയ്ക്കുന്നതിന്റെ കാരണമായിട്ടുള്ള നിയമം ഏതെന്ന് ചോദിച്ചാൽ അതെന്താണ്? ചാൾസ് നിയമമാണ്. നമുക്കറിയാം ചാൾസ് നിയമപ്രകാരം താപനില കൂടിക്കഴിഞ്ഞാല് വ്യാപ്തം കൂടും. അപ്പൊ ഈ പറയുന്ന പോലെ വേനൽക്കാലത്ത് താപനില കൂടും അല്ലെ? താപനില കൂടും തോറും എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപ്തം കൂടുന്നു. അപ്പൊ ഈ പറയുന്ന വാഹനങ്ങളുടെ ടയർ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആ കാര്യം അവിടെ ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ മറ്റൊന്നുണ്ട്, ദ്രാവകാവസ്ഥയിൽ നിന്ന് വേഗത്തിൽ വാതകാവസ്ഥയിലേക്ക് മാറുന്ന ഒരു രാസവസ്തുവാണ് ദ്രാവക അമോണിയ എന്ന് പറയുന്നത്. തുറക്കുന്നതിന് മുമ്പ് അല്പസമയം തണുത്ത ജലത്തിൽ വെച്ചതിന് ശേഷമാണ് ഇതിന്റെ കുപ്പികൾ തുറക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ ഇവിടെ ഇതിന്റെ താപനില കൂടി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ഇതിന്റെ മർദ്ദം കൂടി അത് നമ്മൾ ഈ കുപ്പി തുറക്കുന്ന സമയത്ത് അത് നമ്മുടെ മുഖത്തോട്ടേക്ക് തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ അതിന്റെ കുപ്പി, ഈ പറയുന്ന ദ്രാവക അമോണിയയുടെ കുപ്പിയൊക്കെ തുറക്കുന്നതിന് മുന്നേ ആയിട്ട് അതിനൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചു നേരം എന്ത് ചെയ്യുന്നത്? ജലത്തില് വെക്കുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇനി ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ട് വരുന്ന ഗ്രാഫ് ആണെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും കേട്ടോ. അതായത് ഇവിടെ എന്താണ്? ഒക്കെ കൂടുതലാണ് അല്ലെ? താപനില കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? താപനില കൂടുമ്പോൾ ഈ പറയുന്ന പോലെ തന്നെ വ്യാപ്തവും കൂടുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ നേർ അനുപാതത്തിലാണ് പോകുന്നത്. ഒരു സാധനം കൂടുമ്പോൾ മറ്റേതും കൂടുന്നു, ഒരു സാധനം കുറയുമ്പോൾ മറ്റേതും കുറയുന്നു. അതായത് താപനില കുറഞ്ഞു കഴിഞ്ഞാൽ വ്യാപ്തം കുറയുന്നു. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള ഗ്രാഫാണ് ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പൊ ഇതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് അവോഗാഡ്രോ നിയമത്തെ പറ്റിയിട്ടാണ്. അപ്പൊ അവോഗാഡ്രോ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, സെക്കൻഡ്. ഓക്കെ, അവോഗാഡ്രോ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? വാതകങ്ങളിലെ കണികകളുടെ എണ്ണവും അതിന്റെ വ്യാപ്തവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന നിയമമാണ് ഇത് അവോഗാഡ്രോ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അവോഗാഡ്രോ നിയമം എന്ന് ചോദിച്ചാല്, വാതകങ്ങളിലെ കണികകളുടെ എണ്ണവും അതിന്റെ വ്യാപ്തവും തമ്മിലുള്ള ആ ഒരു ബന്ധം അത് കാണിക്കുന്ന നിയമം ചോദിച്ചാൽ അതെന്താണ്? അവോഗാഡ്രോ നിയമമായിരിക്കും. ഓക്കെ, അതായത് താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇതിനെയാണ് അവോഗാഡ്രോ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് താപനില, മർദ്ദം ഇവരൊക്കെ സ്ഥിരമായിരിക്കുന്ന സമയത്ത് വാതകങ്ങളുടെ വ്യാപ്തം എന്ന് പറയുന്നത്, ഓക്കെ, വാതകങ്ങളുടെ വ്യാപ്തം എന്ന് പറയുന്നത് അതിലെ തന്മാത്രകളുടെ എണ്ണത്തിന് ഒരു ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നേർ അനുപാതത്തിലായിരിക്കും. നമുക്ക് എക്സാമ്പിളിലൂടെ പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പം ബലൂണ് നമ്മൾ ഊതി വീർപ്പിക്കുക. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ നമ്മള് വായു എടുത്തിട്ട് ബലൂൺ ഇങ്ങനെ ഊതി വീർപ്പിക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ വായുവിലുള്ള തന്മാത്രകളുടെ എണ്ണം അവിടെ കൂടുകയാണ് അല്ലെ? നമ്മളിങ്ങനെ വീർപ്പിക്കും തോറും നമ്മുടെ ഈ പറയുന്ന വായുവിലെ തന്മാത്രകളുടെ അല്ലെങ്കിൽ അതിലെ കണികകളുടെ എണ്ണം കൂടുകയാണ്.
ആ കണികകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ബലൂൺ വീർക്കുന്നതായിട്ട് നമുക്കറിയാം അല്ലെ. അവിടെ എന്താ സംഭവിക്കുന്നത്? അതിന്റെ വ്യാപ്തം അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത് വാതകങ്ങളുടെ വ്യാപ്തം എന്ന് പറയുന്നത് തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഈ പറയുന്ന പോലെ കണികകളുടെ എണ്ണം കൂടുന്തോറും എന്ത് ചെയ്യും? വ്യാപ്തവും കൂടും. നമ്മൾ കൂടുതൽ വീർപ്പിച്ചു കഴിഞ്ഞാൽ ബലൂൺ നല്ല വീർക്കും അല്ലെ. അപ്പൊ അതാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് വരുന്നതാണെന്ന് ചോദിച്ചാൽ അവോഗാഡ്രോ നിയമമാണ്. ഓക്കെ, അപ്പൊ ഓർത്തു വെച്ചേക്ക, ബലൂൺ ഊതി വീർപ്പിക്കുന്നതൊക്കെ എന്താണ്? അവോഗാഡ്രോ നിയമപ്രകാരം വരുന്നതാണ്. അതായത് അതിലുള്ള വാതകങ്ങളുടെ വ്യാപ്തം എന്ന് പറയുന്നത് അതിലെ തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഫുട്ബോളിൽ വായു നിറയ്ക്കുന്നത് അല്ലെ. ഫുട്ബോളിൽ നമ്മൾ എക്സ്ട്രാ വായു നിറയ്ക്കുന്ന സമയത്ത് ഈ രീതിയിൽ വായു നിറയ്ക്കും തോറും അതെന്ത് ചെയ്യുന്നുണ്ട്? വീർത്ത് വീർത്ത് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്? ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഈ പറയുന്ന അവോഗാഡ്രോ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെച്ചേക്കാട്ടോ. ഇനി ഒന്ന് രണ്ട് നിയമങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ പരീക്ഷകൾ അധികമായിട്ട് കാണാറില്ലെങ്കിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഈ കാര്യം പറയുന്നുണ്ട്. അതിലൊന്നാണ് ഗേൽ ലുസാക്ക് നിയമം എന്ന് പറയുന്നത്. ഓക്കെ, മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന ഒരു നിയമമാണ് ഗേൽ ലുസാക്ക് നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണ്? മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പ്രഷർ കുക്കർ എന്ന് പറയുന്നത് അല്ലെ. പ്രഷർ കുക്കറിലൊക്കെ നടക്കുന്ന ഒരു നിയമമാണ് ഗേ ലുസാക്ക് നിയമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിക്കും പറഞ്ഞാൽ പ്രഷർ കുക്കറിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ നമ്മൾ താപനില കൂടുന്ന സമയത്ത് അതിലെ മർദ്ദം കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. അതേ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ മർദ്ദം അതിന്റെ ഊഷ്മാവിന് നേർ അനുപാതത്തിലായിരിക്കും. നേർ അനുപാതം എന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കുക, മർദ്ദം കൂടിക്കഴിഞ്ഞാൽ അതിലെ താപനില കൂടുന്നു. ഇനി മർദ്ദം കുറഞ്ഞു കഴിഞ്ഞാൽ അതിലെ താപനില കുറയുന്നു. പ്രഷർ കുക്കറിൽ എന്താ സംഭവിക്കുന്നത്? അല്ലെ, നമ്മൾ ഈ താപനില അവിടെ കൂട്ടുന്തോറും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മർദ്ദം കൂടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മർദ്ദം കൂടുന്തോറും അവിടെ താപനില കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേനൽക്കാലത്ത് വാഹനങ്ങളുടെ ടയറിലെ കാറ്റിന്റെ മർദ്ദം കൂടുന്നത്. വേനൽക്കാലം എന്ന് പറയുമ്പോൾ താപനില കൂടുതലായിരിക്കും. അപ്പൊ താപനില കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ മർദ്ദവും കൂടുന്നുണ്ട്. ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്? ഈ പറയുന്ന ഗേൽ ലുസാക്ക് നിയമത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. അപ്പൊ ഇതൊന്ന് ഓർത്തു വെച്ചാൽ മതി ട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു നിയമം കൂടിയുണ്ട്, ആദർശ വാതക സമവാക്യം. വളരെ ഡീപ്പായിട്ടൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് അതൊന്ന് ഓർത്തു വെച്ചാൽ മതി. അതുമായി കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ആദർശവാതക സമവാക്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ 3 നിയമങ്ങൾ ഉണ്ടല്ലോ. അതായത് ബോയിൽ നിയമം, ചാൾസ് നിയമം, അവോഗാഡ്രോ നിയമം. ഇതിനെല്ലാം കൂടി സംയോജിപ്പിച്ചും കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സമവാക്യമാണ് ഏത്? ആദർശവാത സമവാക്യം എന്ന് പറയുന്നത്. ഈ പറയുന്ന ആദർശവാതക സമവാക്യത്തിൽ വരുന്ന ഒരു ഇക്വേഷൻ ആണ് ഏത്? ഈ പി വി സമം എൻ ആർ ടി എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ഇത് മാത്രമെങ്കിലും ഒന്ന് ഓർത്തു വെച്ചാൽ മതി. പി വി സമം എൻ ആർ ടി. ഓക്കെ, ഈ പി വി സമം എൻ ആർ ടി എന്തുമായി അല്ലെങ്കിൽ ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആദർശ വാതക സമവാക്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തു വെച്ചേക്കുക. അതായത് നമ്മളിപ്പോ പറഞ്ഞ 3 നിയമങ്ങൾ, ബോയിൽ നിയമമുണ്ട്, ചാൾസ് നിയമമുണ്ട്, അവഗാഡ്രോ നിയമമുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് ഏത്? ആദർശ വാതക സമവാക്യം. ആദർശവാതക സമവാക്യം പ്രകാരം ഇതൊക്കെ സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. അപ്പൊ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഓർത്തു വെക്കണം എന്നില്ല, ഇത് ഒന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇവിടെ പി എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ ആണ്. വി എന്ന് പറഞ്ഞാൽ അതൊന്നും ചോദിക്കൂല. പി എന്ന് പറഞ്ഞാൽ പ്രഷർ, വി എന്ന് പറഞ്ഞാൽ വോളിയം ആണ്, എൻ എന്ന് പറഞ്ഞാൽ മോൾ സംഖ്യയാണ്, പിന്നെ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാർവത്രിക വാതക സ്ഥിരാങ്കമാണ് കേട്ടോ. അതുപോലെ ടി എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ ഇത് ഒന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ ആയിട്ട് ഇത് പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് കേട്ട് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നമ്മുടെ അടുത്തൊരു ടോപ്പിക് ആയിട്ടുള്ള അക്വ റീജിയെ പറ്റിയിട്ടാണ്. ഓക്കെ, പരീക്ഷയിൽ ചോദിക്കാറുണ്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ. നമ്മുടെ സിലബസിലും ഈ ഒരു ടേം എടുത്തു പറയുന്നുണ്ട്. വളരെ കൂടുതലായിട്ടൊന്നും നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനായിട്ട് ഇല്ലേനും, പക്ഷെ നമ്മുടെ സിലബസിൽ ഈ ഒരു ടോപ്പിക് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അക്വ റീജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമുക്കറിയാം നമ്മുടെ കുലീന ലോഹങ്ങളുണ്ട് അല്ലെ. കുലീന ലോഹങ്ങളായിട്ടുള്ള സ്വർണ്ണമുണ്ട്, അതുപോലെ തന്നെ വെള്ളിയുണ്ട്, പിന്നെ ഏതാണ്? പ്ലാറ്റിനം. അങ്ങനെയുള്ള ലോഹങ്ങളെയൊക്കെ ലയിപ്പിക്കാൻ ശേഷിയുള്ള ലായനിയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അക്വ റീജിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് അക്വ റീജിയ എന്ന് പറഞ്ഞാൽ? ഒരു ലായനിയാണ് അല്ലെ. എന്തിനെ ലയിപ്പിക്കാനുള്ള ശേഷിയാണ് ഇതിനുള്ളത് എന്ന് ചോദിച്ചാൽ സ്വർണം, വെള്ളി പോലെയുള്ള കുലീന ലോഹങ്ങളെയൊക്കെ ലയിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ലായനിയാണ് എന്താ? അക്വ റീജിയ എന്ന് പറയുന്നത്.
ഈ കുലീന ലോഹങ്ങളെയൊക്കെ ഇങ്ങനെ ലയിപ്പിക്കാനുള്ള ശേഷിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? രാജകീയ ദ്രാവകം എന്ന പേരിലും കൂടി ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ചോദിക്കാറുണ്ട് പരീക്ഷയിൽ, മുന്നേയൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത്, രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് എന്താണ്? അക്വാ റീജിയ ആണ്. ഓക്കെ, എന്താണ്? രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് എന്താണ്? അക്വാ റീജിയ ആണ്. ഇനി ഈ അക്വാ റീജിയ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ലായനിയാണെന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത് എന്തിന്റെയൊക്കെ മിക്സ്ചർ ആണ്, അല്ലെങ്കിൽ ഇത് എന്തിന്റെയൊക്കെ മിശ്രിതമാണെന്ന് ചോദിച്ചാല് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും HNO3 എന്ന് പറയുന്ന നമ്മുടെ നൈട്രിക് ആസിഡിന്റെയും മിക്സ്ചർ ആണ്. ഓക്കെ, ഇത് രണ്ടും കൂടി ചേരുന്നതാണ് അക്വാറീജിയ എന്ന് പറയുന്നത്. 3:1 എന്ന അനുപാതത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, അക്വാറീജിയ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന മിക്സ്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ തന്നെ നൈട്രിക് ആസിഡും. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും മിശ്രിതത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അക്വാറീജിയ എന്ന് വിളിക്കുന്നത്. ഇതിൽ ചേർത്തിരിക്കുന്ന അനുപാതം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 3:1 ആണ് അല്ലെ? 3 എന്ന് പറയുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, നൈട്രിക് ആസിഡ് ആണെങ്കിൽ എത്രയാണ് വരുന്നത്? 1 ആണ്. അപ്പൊ അതിന് പ്രകാരം 3:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഈ ഒരു ലായനി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു റേഷ്യോ മനസ്സിലാക്കുക, ഇതിൽ ഓരോന്നും എത്രയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ നൈട്രിക് ആസിഡുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളും. അതില് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ബന്ധപ്പെട്ടിട്ട് സ്ഥിരമായിട്ട് നമ്മുടെ കെമിസ്ട്രി ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിക്കാറുണ്ട്. എന്താണ്? സ്പിരിറ്റ് ഓഫ് സാൾട്ട്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് എന്താ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. 2 കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി നൈട്രിക് ആസിഡുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാറുള്ളതാണ് സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നത്. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നത് എന്താണ്? നൈട്രിക് ആസിഡ് അല്ലെ? സ്പിരിറ്റ് ഓഫ് നൈറ്റർ, നൈട്രിക് ആസിഡ്. അതുപോലെ തന്നെ പ്രോട്ടീന്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആസിഡ് ഏതാണെന്ന് ചോദിച്ചാലും അതും ഇത് തന്നെയാണ്, നൈട്രിക് ആസിഡ് ആണ്. എന്താണ്? പ്രോട്ടീന്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ നൈട്രിക് ആസിഡ് ആണ്. സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് ചോദിച്ചാലും ഏത് തന്നെയാണ്? നൈട്രിക് ആസിഡ് ആണ്. ഇനി ഈ നൈട്രിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്ന പേരിലാണ്. ഓക്കെ, നൈട്രിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ അത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത്രയും എടുത്ത കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവിഷൻ ചെയ്യുക കേട്ടോ. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ബാക്കിയായിട്ട് വരാം. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് വെച്ചേക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.